ഈ കുട്ടികളുടെ പാരൻസിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കേണ്ട 1-2 വാക്കുകളുണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ചോദിക്കുക ആ ക്വസ്റ്റ്യനാണ്, മോനിപ്പോൾ എങ്ങനെയുണ്ട്, മാറിയോ, നടക്കുന്നുണ്ടോ? ഇതൊക്കെയാണ്. നമ്മൾ നടക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക? ആ കുട്ടി നടക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും. ഒരു സിവിയറായിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ ചോദിക്കും മാറിയോ എന്ന് ചോദിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ബുദ്ധി വൈകല്യം അല്ലെങ്കിൽ ഓട്ടിസം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു അവസ്ഥയാണ്. ഒരു രോഗമാണെങ്കിൽ, ഒരു പനിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് മരുന്ന് കൊടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതെന്താണ്? ഇതൊരു അവസ്ഥയാണ്. ഇത് നമുക്ക് ഒരു മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മാറിപ്പോകുന്നൊരു സംഭവമല്ല. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുട്ടി ഒന്ന് കണ്ണിലേക്ക് നോക്കാത്ത കുട്ടി, നമ്മളെ മുഖത്തേക്ക് നോക്കാത്ത കുട്ടി മുഖത്തേക്ക് നോക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ പാരൻസിന് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും പറ്റും. പുറമേ ഉള്ള ഒരാൾ ചോദിക്കാം കുട്ടിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ചോദിച്ചാൽ അവനിപ്പോൾ മുഖത്തേക്കൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറയും. അപ്പം നിങ്ങളെന്താ ചിന്തിക്കുക? മുഖത്തേക്ക് നോക്കുന്നത് ഇപ്പോൾ എത്ര വലിയ കാര്യമാണോ എന്ന് വിചാരിക്കും. പക്ഷെ ആ കുട്ടിയുടെ ആ ഒരു കഴിവിനനുസരിച്ച് അത് എത്രയോ വലിയ സ്കില്ലായിരിക്കും. നമ്മൾ എത്രയോ നിരന്തരം ട്രെയിനിങ് കൊടുത്തതിലൂടെ ആയിരിക്കും കുട്ടി ഒരു പക്ഷേ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നടക്കാത്ത കുട്ടിയാണെങ്കിൽ നമ്മൾ ചോദിക്കും നടക്കാൻ തുടങ്ങിയോ? അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പാരൻസിന് ഒരുപാട് വിഷമങ്ങൾ വരിക ചെയ്യാം. നിങ്ങളൊരു കുശലാന്വേഷണത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളോട് അവർക്ക് ഇഷ്ടമല്ല തോന്നുക. ഒരു എന്താ പറയുക, അയ്യോ ആ വഴിക്ക് പോകണ്ടില്ലായിരുന്നു. ചില പാരൻസ് പറയുന്നതായിട്ടുണ്ട്, ഞാനിപ്പോൾ അതിൽ പോവാറേ ഇല്ല. എന്നെ കാണുമ്പോഴത്തേ ചോദിക്കും മോന് മാറിയോ, അല്ലെങ്കിൽ മോനിപ്പോൾ എങ്ങനെയുണ്ട്? ഈ ഒരു ചോദ്യം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വഴിക്ക് തന്നെ പോകാത്ത ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളോട് അവർക്ക് ഇഷ്ടം കൂടുകയല്ല ചെയ്യുക. ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്, ഒരു രക്ഷപ്പെടലാണ് അവർ നടത്തുന്നത്. അപ്പം മാക്സിമം എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക. പിന്നെ കൂടാതെ തന്നെ പിന്നെ സജഷൻസ്, അവിടെ കൊണ്ടുപോയാൽ നന്നാവും, ഇവിടെ കൊണ്ടുപോയാൽ റെഡിയാകും. ഈ പാരൻസിന് അറിയാം ഇവർ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വൈകല്യമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ മാക്സിമം പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ക്ഷീണിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോഴേക്കും നിങ്ങളെവിടുന്നോ ഏതോ ഒരു സെൻറ്ററിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും, അവിടെ കൊണ്ടുപോയി നോക്ക്, അവിടെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സജസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം അവരോട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഇങ്ങനെയുള്ള അവർക്കൊരു പോരായ്മേൻ്റെ പുറത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെ വീണ്ടും വിഷമത്തിലാക്കാതിരിക്കുക. എന്താ വെച്ചാൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പൊതുവേ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ കേട്ടോ.